ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനിമാ കുട്ടിയിലേക്ക് സ്വാഗതം. സുകുമാരൻ നായകനായ ധീരം സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടീസർ റിയാക്ഷനിലേക്ക് പോകാം. നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ പതിയിരിക്കരുത്. അവന്റെ ഭവനത്തെ ആക്രമിക്കുകയുമരുത്. എന്തെന്നാൽ നീതിമാൻ 7 തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണ നാശത്തിലേക്കാണ്. ഇന്ദ്രിയത്ത് ഏട്ടന്റെ അടുത്ത ത്രില്ലറാണ്, തിരിച്ചുവരവാണ്. ത്രില്ലറാണ്. വണ്ണം വെച്ചിരിക്കല്ലേ ഈ യൂണിഫോം ഭയങ്കര വൃത്തിയാണ്. മറ്റേ ഡ്രസ് അല്ലാതെ നോർമലൊന്നും കുഴപ്പമില്ല. യൂണിഫോമിൽ ഭയങ്കര വൃത്തിയായിട്ട് നല്ല കഴിവുണ്ടായിട്ടും ആരും അംഗീകരിക്കാതെ പോകുന്ന നല്ലൊരു കഴിവനുസരിച്ച് സിനിമകളൊന്നും ഇല്ല. ചെയ്യാത്തയാണോ കിട്ടാഞ്ഞിട്ടാണോ? കൊറേ പൊട്ട സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വരുന്ന പോലെ ആരും കാണുന്നില്ല, വന്നു പോകും. കഴിഞ്ഞ മറ്റേ അത് ഞാൻ കണ്ടു. അതല്ല ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു. അത് കുഴപ്പമില്ല. ദീപു കർണാടക അല്ല മറ്റേ ഡയറക്ടർ അല്ല, അതിന്റെ ഡയറക്ടർ അതിന്റെ ഡയറക്ടറല്ലേ മരിച്ചു ഭാര്യ? അല്ല, അത് വേറെ. ഇത് മറ്റേ ഡയറക്ടർ ഇഷ്യൂ ഉണ്ടായത്. ഈ ഇതിന് വന്നില്ല, പ്രൊമോഷന് വന്നില്ല. ദീപു കർണാകരനാണ് സംവിധായകൻ. പ്രൊമോഷന് വന്നില്ലെന്ന് പറഞ്ഞിട്ട് അനശ്വരാജൻ വന്നില്ലെന്ന്. പക്ഷെ ആ പടം കണ്ടോണ്ടിരിക്കും. ഇതേതായിരുന്നു മറ്റേ പടം? ഈ സംവിധായകൻ സംവിധായകൻ മരിച്ചു. നാൻസി റാണിയോ എന്തോ അങ്ങനെ എന്തോ സിനിമയാണ് പേര്. അഹാന് മറ്റേ മമ്മൂട്ടി ഫാനായിട്ട. എന്നിട്ട് അഭിനയിച്ച് വിറപ്പിച്ച ഡബിങ് ഒക്കെ വേറെ ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. മേക്കിംഗ് ഒക്കെ നല്ല പ്രതീക്ഷ. നല്ല സിനിമയായിട്ട് ഇറങ്ങുമ്പോ അങ്ങനെ ഇരിക്കും. അഭിനയത്തിന്റെ കാര്യത്തിൽ പുള്ളി അതെ പൃഥ്വിരാജിനേക്കാളും അഭിനയത്തിന്റെ കാര്യത്തിൽ പൃഥ്വിരാജിനേക്കാളും അല്ല, ഇവരുടെ കൂടെ വന്ന കുറെ ടീമൊക്കെ വന്നില്ലേ, അതിലെല്ലാരും വെച്ച് നോക്കുമ്പോ പുള്ളി തന്നെയാണ്. പക്ഷെങ്കിൽ ഒരിടയ്ക്ക് കുറെ ചവറ് പോലെ കുറെ പടം ഇറങ്ങി നായകനായിട്ട് ഓർക്കണം. ചേകവരൊക്കെ ഇറങ്ങിയ ആ ഒരു സമയത്ത് അതുപോലെ പുള്ളി ബോഡി ഒന്നും നോക്കുന്നില്ലെന്ന്. ബോഡി സ്ക്രിപ്റ്റ് നല്ലതായിട്ടൊന്നും എടുക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. നല്ല സ്ക്രിപ്റ്റുകളൊന്നും ചെല്ലാത്തയാണോ എടുക്കാഞ്ഞിട്ടാണോ? അതെ, എടുക്കാത്തതായിരിക്കും, ചെല്ലാത്തതായിരിക്കും. എന്തായാലും ടീസർ കണ്ടിട്ട് നല്ല പ്രതീക്ഷയുണ്ട്. അതെ, പ്രതീക്ഷയുണ്ട്. ഒരു ത്രില്ലർ സാധനം കിട്ടും എന്ന് വിചാരിക്കുന്നു. പിന്നെ അജുവറീസിനെ ഒന്ന് മിന്നാൻ പോലെ കാണിച്ചു പോയുള്ളൂ. അജുവറീസിനെ ഞാൻ കണ്ടില്ല. നരപ്പിച്ചൊക്കെ. പിന്നെ മറ്റേ ബിഗ് ബോസിലെ സാഗർ സൂര്യ, ദിവ്യ പിള്ളയൊക്കെ സൈഡിൽ നിപ്പുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുക അടുത്ത ട്രെയിലറും ഒക്കെ വരട്ടെ. ഇത് ടീസറല്ലേ? ഇത് ടീസർ. ട്രെയിലർ പറഞ്ഞു പടം എന്തായാലും വിജയിക്കട്ടെ. നമുക്ക് എന്തിനേട്ടൻ തിരിച്ചു പുള്ളി വന്നാലും പുള്ളി വൈറ്റ് റൈഡ് ഒക്കെ ആയിട്ട് പിന്നെ തിരിച്ചു പോകും. പിന്നെ ഇനി എപ്പോഴാ കാണാൻ പറ്റിയെന്ന് പറയാം. പുള്ളി കുറുപ്പിനൊന്നും വന്നായിരുന്നു. കുറുപ്പിനകത്ത് കുറുപ്പിനകത്ത് ഉണ്ടായതല്ല, ഇതിനകത്ത് ഉണ്ടായതല്ലോ. പുള്ളിയെ കോമാളിയാക്കി നല്ലൊരു കഥാപാത്രത്തിൽ ലാലേട്ടൻ കാണാൻ ഞെട്ടിയായി. ലാലേട്ടൻ താറാൻ വന്നിട്ട് സ്റ്റെപ്പ് കയറി അങ്ങനെ പറയും. നീ അതും പ്രശ്നം. അപ്പൊ അടുത്ത വീഡിയോ സിനിമ കെട്ടിൽ വീണ്ടും കാണാം. ഇതായിരിക്കും. ബൈ.